ഇവിടെ 2020 ഞങ്ങൾ ഭരണം ഏറ്റെടുത്തപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 അതിനെ തുടർന്ന് 4 മാസത്തിനുള്ളിൽ ശ്രീനിജൻ MLA ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് ഈ MLA തിരഞ്ഞെടുത്ത അന്ന് മുതൽ പഞ്ചായത്തിനെ ഏത് രീതിയിലും ആക്രമിച്ച് ഇതിൻ്റെ ഭരണം സ്തംഭിപ്പിച്ച് 2020 എന്ന പ്രസ്ഥാനം ഇല്ലാതെയാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു. അദ്ദേഹം വികസന പ്രവർത്തനങ്ങളല്ല ശ്രദ്ധിക്കുന്നത്. കുന്നത്തുനാടിൻ്റെ വികസനത്തിലോ ജനങ്ങളുടെ ക്ഷേമത്തിലോ അല്ല അവിടെ ശ്രദ്ധിക്കുന്നത്. അതിന് പകരം 2020 ആക്രമിക്കുക, സാബു ജേക്കബിനെ ആക്രമിക്കുക, 2020 ഇല്ലാതെയാക്കുക. അപ്പോൾ അതിനെന്ത് ചെയ്തു? ആദ്യമേ തന്നെ പഞ്ചായത്തിലെ അടിമുടി മാറ്റം വരുത്തി. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം തീവ്രമായിട്ടുള്ള ഇടതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നിരുത്തി. സെക്രട്ടറി അടക്കം എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഇംപ്ലിമെൻറ്റേഷൻ ഓഫീസേഴ്സിനെ എല്ലാം മാറ്റി. അത് കഴിഞ്ഞിട്ട് അവരെ വെച്ചിട്ട് റിമോട്ട് കൺട്രോളിൽ പഞ്ചായത്തിനെ നിയന്ത്രിക്കാൻ തുടങ്ങി. ഞങ്ങളെപ്പോഴും ഉദ്യോഗസ്ഥന്മാരുമായിട്ട് യുദ്ധമായി. അവിടുത്തെ ഭരണസമിതിക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമായി. അതിനേക്കാൾ കൂടുതൽ അവരെന്ത് ചെയ്തു? ഒരു പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനം, പ്രത്യേകിച്ച് റോഡുകൾ, ഏത് ഇംപ്ലിമെൻറ്റേഷൻ നടപ്പിലാക്കേണ്ടത് അവിടുത്തെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ്. ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറെ 2021 മെയ് മാസം മുതൽ 7 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർമാരെയാണ് മാറ്റിയത്. 4.5 വർഷം കൊണ്ട് 7 പേരെ മാറ്റി പ്രതീക്ഷിച്ചു. അപ്പോൾ ഈ ഇംപ്ലിമെൻറ്റേഷൻ ഓഫീസർ AE 7 പ്രാവശ്യം മാറുമ്പോൾ ഒരു പുതിയ AE വന്നു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 2 മാസം എടുക്കും ഈ കാര്യങ്ങൾ പഠിച്ചു വരാനായിട്ട്. അപ്പോൾ അവിടെ 2 മാസം നഷ്ടപ്പെടുകയാണ്. നമുക്കൊരു പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ മാർച്ചിൽ നമ്മൾ അതിൻ്റെ ബഡ്ജറ്റ് തയ്യാറാക്കൽ തുടങ്ങും. ഗ്രാമസഭകൾ ഇതെല്ലാം പൂർത്തിയാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്കും അത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആവും. ഈ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് DPC നടക്കുന്നത്. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം വേണം. അങ്ങനെ ഗ്രാമസഭകൾ കൂടി വികസന സെമിനാർ നടത്തി ഇതെല്ലാം തീർന്ന് ബഡ്ജറ്റ് പാസ്സാക്കി കമ്മിറ്റി പാസ്സാക്കി DPCക്ക് അംഗീകാരം പോകുമ്പോൾ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബറായി. ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ 2020 ഒരു പ്രത്യേകതയാണ്. ഈ DPCയിൽ MLAമാരെല്ലാവരുമുണ്ട്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, കളക്ടറുണ്ട്. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ആളാണത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇവിടെ നിന്ന് ഏത് പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാലും DPCയിൽ അംഗീകാരം നിഷേധിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഓരോ തവണയും DPC അംഗീകാരം നിഷേധിച്ചതിന് എതിരായിട്ട് ഞങ്ങൾക്ക് ഹൈക്കോടതി പോകേണ്ടി വരും. ഓരോ തവണയും ഇപ്പോൾ കുന്നത്തുനാടിൽ ഹൈക്കോടതി പോയിരിക്കുകയാണത്. അവിടെ ഇതുവരെ അംഗീകാരം തന്നില്ല. ഡിസംബറായി, 6 മാസം ഇംപ്ലിമെൻറ്റേഷൻ ടൈമാണ്. ഈ 6 മാസം എന്ന് പറയുമ്പോൾ ഇനി ജൂണാവും. അപ്പോൾ അവിടുത്തെ ഫണ്ട്സ് മുഴുവൻ ലാപ്സാവും. അതാണ് ഇവർ ചെയ്യുന്ന പരിപാടികൾ. ഇപ്പോൾ ഹൈക്കോടതിയിൽ പെൻഡിങ് ആണത്. അപ്പോൾ നമുക്ക് DPC അംഗീകാരം കിട്ടണമെങ്കിൽ തന്നെ നമുക്കെന്താണ്? ഹൈക്കോടതിയിൽ പോകണം. ഇനി DPC അംഗീകാരം തന്നു, അതിന് ടെക്നിക്കൽ സാങ്ഷൻ വേണം, അതും തരില്ല, അതിനും ഹൈക്കോടതിയിൽ പോകണം. അത് കഴിഞ്ഞ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം, അതിനും ഹൈക്കോടതിയിൽ പോകണം, അതും തരില്ല, ഉദ്യോഗസ്ഥന്മാർ തടഞ്ഞു വയ്ക്കും. അത് കഴിഞ്ഞാലോ ഇനി ഇതെല്ലാം അതിജീവിച്ച് നമ്മൾ കോൺട്രാക്ടർക്ക് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കോൺട്രാക്ടറെ തടയും. CPMകാർ, DYFIക്കാർ, CPMകാർ എല്ലാവരും കൂടി കൂടിയിട്ട്, CITക്കാർ എല്ലാവരും കൂടി കൂടിയിട്ട് കോൺട്രാക്ടർ തടയും, പണി മുന്നോട്ട് വിടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺട്രാക്ടർക്ക് പോലീസ് സംരക്ഷണത്തിന് ഹൈക്കോടതിയിൽ പോകണം. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ സംരക്ഷണം കൊടുക്കാൻ പറഞ്ഞാൽ പോലും ഒരിക്കലും ഇവരുടെ CPMകാർ പോലീസുകാരെ സ്വാധീനിച്ച് സംരക്ഷണം കൊടുക്കാറില്ല. ഇപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മനോഹരമായ ഒരു ബസ് സ്റ്റാൻഡ് ഇവിടെ പണിയുന്നുണ്ട് യൂറോപ്യൻ മാതൃകയിൽ. ആ ബസ് സ്റ്റാൻഡിന് ഇവർ CPMകാരും CITക്കാരും എല്ലാവരും കൂടി തുറന്നു വിട്ട് ബലം പ്രയോഗിച്ച് അതിന് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഇലക്ഷന് മുമ്പ് അത് തുറന്നു കൊടുത്ത് ജനങ്ങൾക്ക് അത് അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ഇവർ ബലം പ്രയോഗിച്ച് തുറന്നു കൊടുത്തിട്ട് അതിനെതിരെ പ്രൊട്ടക്ഷൻ വേണം, വീണ്ടും അടച്ചു കെട്ടണമെന്ന് പറഞ്ഞ് പോയി ശക്തമായിട്ടുള്ളൊരു ഓർഡർ കോടതി ഇട്ടു. പക്ഷേ പോലീസ് അതിന് പ്രൊട്ടക്ഷൻ തന്നില്ല. വീണ്ടും ഞങ്ങൾ കോടതിയെ സമീപിച്ചു, കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്. അങ്ങനെ 3 പ്രാവശ്യം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്തു. 3 പ്രാവശ്യം കോടതി ഉത്തരവ് കൊടുത്തു. എന്നിട്ടും ആ ഉത്തരവ് നടപ്പിലാക്കാതെ ഇന്നും ബസ് സ്റ്റാൻഡിൻ്റെ പണി പൂർണ്ണമാക്കാതിരിക്കുകയാണത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇതിനെ അതിജീവിച്ച്
നമ്മൾ പണി പൂർത്തിയാക്കുക, സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കുക എന്ന് വിചാരിക്കുക. സമയബന്ധമായിട്ട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബില്ല് പ്രോസസ്സ് ചെയ്യില്ല. അപ്പോൾ അത് ക്യൂവിൽ കിടക്കും. അപ്പോൾ അത് ട്രഷറിയിൽ നിന്ന് പണം കിട്ടാതെ വരും. അങ്ങനെ അതിനും ക്യൂ ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കണം. ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 447 പ്രാവശ്യം കോടതിയെ സമീപിക്കേണ്ടി വന്ന ഒരു പാർട്ടിയാണ് 2020. അപ്പം മനസ്സിലാക്കാമല്ലോ, 5 വർഷത്തിനുള്ളിൽ 447 പ്രാവശ്യം കോടതിയെ സമീപിക്കേണ്ടി വന്നെങ്കിൽ എത്രമാത്രം ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചും ഈ ഭരണത്തെ നിശ്ചലമാക്കാനായിട്ട് തടയാനായിട്ട് നോക്കുന്നുണ്ടെന്നുള്ളത്. ഇനി കഴിഞ്ഞ ആഴ്ച മാത്രം, അതായത് കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ 11 റിട്ടാണ് ഫയൽ ചെയ്യേണ്ടതായിട്ട് വന്നത്. 11 റിട്ടുകൾ. ഇപ്പം അതിലൊന്നാണ് ഈ സെക്രട്ടറിക്കെതിരെയുള്ള റിട്ട് അടക്കം 11 റിട്ടുകൾ. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഭരണം